ഹലോ, നമുക്കിന്നൊരു കാർഡ് ഉണ്ടാക്കിയാലോ? ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കാർഡ്. അതിന് വേണ്ടിയിട്ടേ 20 സെൻറ്റിമീറ്റർ വിഡ്ത്തും 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടിയുള്ള പേപ്പർ വേണം കേട്ടോ. നമ്മുടെ ചാർട്ട് പേപ്പർ ഇല്ലേ, അതൊക്കെ മതിയാവും. എന്നിട്ട് പിന്നില്ലേ ആ 30 സെൻറ്റിമീറ്റർ ഇല്ലേ, ആ 30 സെൻറ്റിമീറ്റർ നമുക്ക് ആദ്യം ഒന്ന് 15 സെൻറ്റിമീറ്റർ ആക്കാം. എന്നിട്ട് അതിൻ്റെ പകുതി ആക്കാം. ഈ കാണിച്ചേക്കണ പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ആ 15 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാക്കിയില്ലേ, അതായത് 7.5, അവിടെ നിന്ന് ഇങ്ങനെ 2 മടക്ക് നമുക്ക് മടക്കി കൊടുക്കണം കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പിന്നില്ലേ 19 സെൻറ്റിമീറ്റർ ലെങ്ത്തും 14 സെൻറ്റിമീറ്റർ വിട്ടുള്ള ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം സെപ്പറേറ്റ്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കീറി പറിച്ച് കൊടുക്കണം. ഒരു കീറിയ ഡിസൈൻ പോലെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് 4 സൈഡിലൊന്ന് കീറി കൊടുക്കാം. കീറി കൊടുത്തു കഴിഞ്ഞിട്ടില്ലേ ആ കീറിയ വശമില്ലേ, അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കളർ കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതിനകത്ത് സിൽവർ കൊടുക്കണേ കാണിക്കണമെങ്കിലും പിന്നെ ഞാനത് ഗോൾഡൻ ആക്കി മാറ്റാനുണ്ട് കേട്ടോ. ഈ കാണിച്ചേക്കണ പോലെ തന്നെ ഭയങ്കര സിമ്പിളാവും. എന്നിട്ടില്ലേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുട്ടി കുട്ടി ഡിസൈൻസ് ഒന്ന് വരച്ചു കൊടുക്കണം. ഈ ഹാർട്ട് ഷേപ്പും പിന്നെ അതുപോലെ തന്നെ റിബണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കാണിച്ചേക്കണ പോലെ ആ മടക്കിൻ്റെ ഭാഗത്തായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതെന്തിനാണെന്നറിയോ? നമുക്ക് ഈ പേപ്പറില്ലേ, ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയാണ്. ഈ പേപ്പർ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? അതിനകത്ത് വേണം നമുക്ക് വിഷസൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാ. എല്ലാം കഴിഞ്ഞ് ഈ പേപ്പർ അങ്ങോട്ട് കണ്ടപ്പോഴേ റെഡ് കളർ അത്രേ പോരാന്ന് തോന്നിയപ്പോൾ ആ പെൻസിലും കൊണ്ട് വരച്ചതൊക്കെ സ്കെച്ചും കൊണ്ട് ഒന്ന് ഡാർക്കൺ ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടേ ഇതുപോലത്തെ ഒരു കളർ പേപ്പർ എടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് 2ആയിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് വെട്ടിയെടുക്കാം. കണ്ട ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ കാണിച്ചേക്കണതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു പേപ്പർ അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കാം, കളർ പേപ്പർ. അതൊന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടേ നമുക്കൊരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കണം. എൻവലപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്നുണ്ട്. ഇതിനകത്ത് പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കണില്ല കേട്ടോ. എന്നിട്ടേ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കാം. എന്നിട്ടൊരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് വരച്ചിട്ട് നമ്മുടെ സൂചിയില്ലേ, ആ സൂചി കൊണ്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഹാർട്ട് ഷേപ്പിനകത്ത് ഒന്ന് കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മായ്ച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ നമ്മുടെ സാധാരണ നൂലില്ലേ, ആ നൂലെടുത്തിട്ട് ഒരു 4 അഴയായിട്ടൊന്ന് കോർത്തെടുക്കാം. എന്നിട്ട് ഒരറ്റത്ത് മാത്രം ഇതുപോലെ കെട്ടിയിട്ട് നമുക്കിതേ ഈ ഹാർട്ട് ഷേപ്പ് ഒന്ന് തുന്നിക്കൊടുക്കണം കേട്ടോ. തുന്നിക്കൊടുക്കുമ്പോഴേ ഇതുപോലെ അങ്ങോട്ട് കോർത്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങനെയല്ലേ പറയാ, അങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തുന്നിക്കൊടുക്കാൻ. അപ്പോഴേ അങ്ങടും ഇങ്ങടൊക്കെ ആയിട്ട് വേണം കേട്ടോ നമുക്ക് തുന്നിക്കൊടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, 3-4 പ്രാവശ്യം അഴിച്ചിട്ട് തുന്നിയിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത്. എന്നിട്ട് അതാ എൻവലപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെക്കാം. നമുക്ക് ഇത് ഒരു സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ കുട്ടി ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഹാർട്ട് ഷേപ്പ് ബലൂൺ പോലെ തോന്നിക്കാൻ വേണ്ടി ഒരു വള്ളിയും കൂടി അങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ബലൂൺ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും അങ്ങോട്ട് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്കിനി പുറത്തോട്ട് പോയാലോ. പുറത്ത് നമുക്കേ ഇതുപോലെ കുട്ടി ലവ് ചിഹ്നമൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. മൊത്തത്തിൽ അങ്ങോട്ട് 2 സൈഡിലും വരച്ച് കഴിഞ്ഞിട്ടേ അകത്തോട്ട് നോക്കിയപ്പോഴേ എന്തോ ഒരു സ്പേസ് ഇങ്ങനെ കിടക്കണോണ്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആനിവേഴ്സറി എന്നോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു റിബൺ വെച്ചിട്ട് ഒരു കെട്ടും കൂടി കെട്ടി കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പുറത്തും കൂടിയൊക്കെ എഴുതാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നോ ഹാപ്പി ആനിവേഴ്സറി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ അതിനൊന്നും നിൽക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു റിബൺ വെച്ച് കെട്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പും കൂടി ആ റിബണിൽ തൂക്കിയിടുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു കത്രയും കൊണ്ട് ഇതിങ്ങനെ കാണിച്ചു കഴിയുമില്ലേ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടന്നോളൂ. അത്രേ ഉള്ളൂ കേട്ടോ പണി. ഭയങ്കര സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മ ഉണ്ടാക്കിയ കാർഡ്. അപ്പോൾ ഈ കാർഡ് ഇഷ്ടമാവണമെങ്കിലേ അടുത്ത ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കയറിയേക്ക്. അപ്പോൾ താങ്ക് യു.